ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കരമാങ്ങൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊടിച്ചത് ഒന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പഴയ തനതായ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം കൂടി ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ശർക്കര ഉരുക്കിയ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം കുറച്ച് എന്താ എടുത്തതെന്ന് വെച്ചാൽ 2 വലിയ ശർക്കരയോളം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒരു വിസിൽ നമുക്ക് കൂക്കിച്ചേർക്കാം. ഇതുപോലെ ആയി കിട്ടും. കുറച്ച് ലൂസാവും, അത് പ്രശ്നമല്ല, നമുക്കത് കുറുക്കിയെടുക്കാം. അപ്പം ഇത് തൂമിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ, പിന്നെ കടുക്, ഉലുവ, കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരണം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കി വെക്കാം. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ദോശേൻ്റെ കൂടെ കഴിക്കാം, ഇനി അച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാം. അപ്പോൾ ഇതിൽ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് എനിക്ക് ഇല്ലാത്ത പോലെ തോന്നി, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുത്തിട്ട് നമ്മുടെ ശർക്കര മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി വരട്ടെ. അപ്പോൾ ശർക്കര മാങ്ങ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും പുളിയില്ലാത്ത മാങ്ങയാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ കുറച്ച് പുളിയുണ്ട്, അതിനാൽ തന്നെ ഞാനൊരു ശർക്കര കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ശർക്കര മാങ്ങൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒരട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഈ സാധനം.